നെല്ലിന്റെ പ്രോസസ്സിങ്ങിന്റെ തലതൊട്ടപ്പനാണ് നമ്മുടെ നാട്ടില്. കേരളത്തില് വളരെ കുറവേ ഉള്ളൂ നമുക്ക് തവിടോട് കൂടിയിട്ട് നെല്ല് കുത്താൻ പറ്റുന്ന ഒരു മില്ല്. അതില് കേരളത്തില്, അതായത് വടക്കൻ കേരളവും തെക്കൻ കേരളത്തില് ആകെപ്പടി മില്ലേ ഉള്ളൂ അല്ലെ. ഇത് ചമ്പക്കുളത്താണ് സ്ഥലം. എന്നും അതിലാണ് നമ്മള് 10-25 വർഷമായി. അതെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 2010 കാലയളവിലാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ജേക്കബ് ചേട്ടനാണ് പരിചയപ്പെടുന്നത്. വലിയൊരു ഉപകാരമാണ്. തവിടിന്റെ ഗുണങ്ങൾ അറിയാമല്ലോ. അപ്പൊ തവിടോട് കൂടിയിട്ട്, അതുപോലെ ആള് നല്ലൊരു ഉഗ്രൻ നെൽകൃഷിക്കാരനാണ്. ഇപ്പൊ എത്ര ഏക്കറാ ചെയ്യുന്നത്? 30 ഏക്കർ. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന, ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ഇത്രയും കാലയളവിൽ എനിക്കറിയാം. ഒത്തിരി എന്ന് വെച്ചാ ഏറ്റവും പ്രധാനം കാലാവസ്ഥ പ്രതിസന്ധി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം. പിന്നെ വെള്ളത്തോണത്ത് ഉപ്പുവെള്ളം വന്നു, നെല്ലിന് വിളവ് കുറഞ്ഞു. അതെ, പിന്നെ കിഴുവേ. അതെ, അതൊരു പ്രത്യേക ഒരു കിൻഡലിന് 107 കിലോ കൊടുത്താലേ നമുക്ക് 100 കിൻഡലിന്റെ 100 കിലോയുടെ കാശ് കിട്ടത്തുള്ളൂ. അതായത് 7 കിലോ ശരിക്കും പറഞ്ഞാൽ കിഴിവ് വരും. 107 കിലോയ്ക്കാണ് കിലോ കൊടുത്താൽ മാത്രമാണ് 100 കിലോയുടെ പൈസ. അതും 4 മാസം കഴിഞ്ഞ് കിട്ടത്തുള്ളൂ. അത് നെൽകർഷകർ വലിയ പ്രതിസന്ധി കൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. അതേപോലെ തന്നെ വെള്ളപ്പൊക്കം വരുമ്പോ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതിനെ കൃത്യമായിട്ട് സംഭരിച്ച് നമ്മള് അത് സൂക്ഷിപ്പ് വെക്കാത്ത അവസ്ഥ. നമുക്കറിയാം, പ്രളയ സമയത്ത് കുറേ ഒലിച്ചു പോയി. ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. നമ്മുടെ കുറച്ച് നെല്ല് പോയി ആ സമയത്ത്. കാരണം നമ്മളിവിടെ കുത്താൻ ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു ഇതുണ്ടായിരുന്നു. നമ്മളിത് വെയിലത്താ ഉണങ്ങുന്നത്, അല്ലാതെ ഈ മോഡേൺ മില്ലിന്റെ രീതിയിലല്ല. നമ്മള് പുഴുങ്ങി വെയിലത്ത് ഉണങ്ങി കുത്തിച്ചെടുക്കുക. അപ്പൊ വെയിലത്ത് ഉണങ്ങുന്നതുകൊണ്ട് അതിന് പ്രത്യേക രുചിയുണ്ട്. അതെ, നമ്മുടെ നാടിന്റെ ഒരു വലിയൊരു എന്താ പറയാ, വലിയൊരു ഉപകാരിയാണ് ഗുരുനമ്പച്ചേട്ടൻ. കാരണം ഒത്തിരി കർഷകർക്ക് ഒരുപാട്, എന്റെ ഓർമ്മയില് ശരിക്കും എറണാകുളം അതിന്റെ അപ്പുറം തെക്കൻ കേരളത്തിൽ ആകപ്പാട് കാണുന്ന ശ്രീനിവാസനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കുത്തി പുഴുങ്ങിയപ്പോഴേ. അതെ, തെക്കൻ കേരളത്തിൽ ആകപ്പാട് തവിടോട് കൂടി കുത്തുന്ന സ്ഥലം പിന്നെ പാലക്കാട് കിട്ടും. എന്റെ അറിവില് പിന്നെ ഈ മോഡേൺ സർക്കാരിന്റെ നെല്ല് കുത്തുന്ന വേറെ വലിയ പക്ഷെ മുഴുവൻ തവിടോട് കൂടിയ റബ്ബറോളറൈസ്ഡ് മില്ല്, അങ്ങനെയല്ലേ? റബ്ബർ, അതാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ. മുഴുവൻ തവിടോട് കൂടിയ റബ്ബറോളറൈസ്ഡ്. മയില് റൈസ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയൊക്കെ ഉണ്ട്. അവരൊക്കെ ചെറിയ മില്ലാണ്. അത് നമുക്ക് ഔട്ട്പുട്ട് ഒരുപാട് സമയം പിടിച്ചിട്ടാ. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ 130 കിലോ കൊണ്ടുവന്നിട്ട് ഒരു അരമണിക്കൂർ കൊണ്ട് കുത്തി കഴിഞ്ഞു ഞാൻ വരാം. അപ്പൊ പെട്ടെന്ന് തീരും. അത് വലിയ കപ്പാസിറ്റി ഉള്ള. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഇത്രയും അടുത്ത് ഞങ്ങൾക്ക് അത് കിട്ടുന്നതുകൊണ്ട് എന്തൊരു ഉപകാരമാണെന്നുള്ളത്. എനിക്ക് എപ്പോഴും തോന്നും ഗുരുവച്ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന്. അതെ, ഗുരുവച്ചേട്ടൻ കടന്നുപോയ പല പ്രതിസന്ധിയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോ നമുക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഈ ഒരു നേരം ഒരു ഉരുള ചോറുണ്ടുമ്പോ അതിന്റെ പിന്നിൽ എത്ര പേരുടെ വിയർപ്പും കഷ്ടപ്പാടും ആണെന്നുള്ളത്. 1 മണി അരി മാറുമ്പോ നമുക്കത് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്രയും ആൾക്കാരുടെ വേദനകൾ ബാക്കിലുള്ളത് കൊണ്ടാണ്. പഴയ ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ചെറുപ്പത്തിലൊക്കെ നമ്മളെ അമ്മുമ്മയൊക്കെ ചൊല്ലിപ്പടിയും ഒരു വറ്റ് ധാരക്കളയും ചവിട്ടരുത്, പിന്നെ അരിമണി താഴെ വീണാല് കുടുംബം മുടിഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരുപാടിട്ട് പേടിപ്പിക്കും. അപ്പൊ ഒത്തിരി സന്തോഷം കിട്ടുന്ന ചേട്ടാ.